प्यारे बच्चों साइलम ऑनलाइन उर्दू क्लास में सभी को मेरा परखुलूस आदाब എന്റെ എല്ലാ മക്കളെയും ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റെഡിയല്ലേ മക്കളെ? നാളെയാണ് നമ്മുടെ പബ്ലിക് എക്സാം അല്ലെ. ഉറുദുവിന്റെ നാളത്തെ പരീക്ഷയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാഷി വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ റെഡിയല്ലേ മക്കളെ? अच्छा बच्चों देखिए, गेद्दू ड्रामा बैसाखी का एक किरदार है. वो हटा कटा नौजवान है, बेग मांग कर अपनी जिंदगी गुजारता है. യെസ്, എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഗദ്ദു എന്താണ് ഡ്രാമയായ ബേസാക്കിയിലെ ഒരു കിർദാർ ആകുന്നു അല്ലെ. ഇനി എന്താ പറഞ്ഞ, അദ്ദേഹം ഹട്ടാക്കട്ട നൗജവാൻ, അദ്ദേഹം എന്താണ് ചുറുചുറുക്കുള്ള ഒരു നൗജവാനാണ് അല്ലെ. അദ്ദേഹം ആരോഗ്യപരമായൊക്കെ നല്ല ഫിറ്റുള്ള നല്ല അടിപൊളി ഒരു യുവാവാണ്. ആര്? നമ്മുടെ ഗദ്ദു. എന്നിട്ടോ അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത്? അദ്ദേഹം ഭിക്ഷ യാചിച്ചു കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതം എന്താണ്? ഭിക്ഷ യാചിച്ചു കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇനി ഇതിൽ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, എ ചോദ്യവും ബി ചോദ്യം. അതെന്താണ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ചോയ്സ് ഡ്രാമയ്ക്ക് ഓർ ദോ കിർദാറോം അല്ലെ, ഗദ്ദു അല്ലാത്ത വേറെ രണ്ട് കഥാപാത്രങ്ങളുടെ പേര് എഴുതുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എ എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ആരെ എഴുതാം? സഹി ജവാബ് യൂസഫ് അല്ലെ. യൂസഫ് ഓർ मास्टर ले, यूसुफ और मास्टर साहेब ले, यूसुफ और मास्टर साहेब इस ड्रामे के दो और किरदार ले, किरदार है. ക്ലിയർ ആയോ മക്കളെ? യെസ്. അപ്പം യൂസുഫും അതേപോലെ ആരുമാണ്, മാസ്റ്റർ സാഹിബിനെയും നമ്മൾ എന്ത് ചെയ്തു, ഈ ഡ്രാമയിൽ കിർദാറാക്കിയിട്ട് രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞപ്പോൾ എഴുതി. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്തു, നമ്മുടെ ഉത്തരം പൂർത്തീകരിച്ചു അല്ലെ. ഇനി നിങ്ങളോട് വേറൊരു കഥയുമായി ബന്ധപ്പെടുത്തി ചോദിച്ചാലും ആദ്യം ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇതേപോലെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഉത്തരം പൂർത്തീകരിച്ചു. ഇനി രണ്ട് പേര് മാത്രം എഴുതിയാലും എന്താണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനുള്ള മാർക്ക് നൽകും. ഇനി നമ്മളോട് ബി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് എന്താണ് മക്കളെ? യെസ്, പസന്ദീദ ഏക് കിർദാർ പർ നോട്ട് ലിഖിയേ അല്ലെ. അതിൽ ഏതെങ്കിലും ഒരു കിർദാറിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട് തയ്യാറാക്കുക. അപ്പൊ നമുക്ക് ആരെ കുറിച്ച് എഴുതാം? യെസ്, നമുക്ക് യൂസുഫിനെ കുറിച്ച് എഴുതാം. അപ്പൊ നമുക്ക് യൂസുഫിനെ കുറിച്ച് എഴുതുമ്പോൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഈ കഥയിൽ എനിക്ക് ഇന്ന ആളെയാണ് ഇഷ്ടപ്പെട്ടത്, ഈ ഡ്രാമയിൽ ഇഷ്ടപ്പെട്ട ആൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് എഴുതണ്ടേ. അപ്പൊ അങ്ങനെ എഴുതുമ്പോ ഇസ് ഡ്രാമേ, ഈ ഡ്രാമയിൽ അല്ലെ, ഇസ് ഡ്രാമേ എനിക്ക് ഇഷ്ടപ്പെട്ട. അപ്പം ഇഷ്ടപ്പെട്ട എന്ന് പറയണമെങ്കിൽ എങ്ങനെയാണ്? മേരാ പസന്ദീദ, മേരാ പസന്ദീദ കിർദാർ അല്ലെ. മേരാ പസന്ദീദ കിർദാർ ആരാണ്? യൂസഫ് അല്ലെ. യൂസഫ് എന്താണ്? ക്യോം അല്ലെ. ക്യോം കെ വോ ഏക് മെഹനത്തി നൗജവാൻ അല്ലെ. മെഹനത്തി നൗജവാൻ ഹേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹം ഒരു മെഹനത്തി അധ്വാനിക്കുന്ന ഒരു നൗജവാനാണ്, ഒരു യുവാവാണ് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഇനി പറയാം, വോ ഏക് ലംഘട അല്ലെ. അദ്ദേഹത്തിന്റെ അത് നമുക്ക് പറയാം, ഹോത്തെ ഹി ബാസാർ സെ അല്ലെ. ബാസാർ മേ, അങ്ങാടിയിൽ എന്ത് ചെയ്യുന്നു, ഘടി അല്ലെ, ക്ലോക്ക് അല്ലെങ്കിൽ വാച്ച് നന്നാക്കുന്ന എന്തുണ്ട്, ദുഖാൻ അല്ലെ, കടയിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യും, പോകും, യാത്ര ചെയ്യും. ചൽത്താ ഹേ. ക്ലിയർ ആണോ? ഇനി എന്ത് പറയുന്നുണ്ട്, ഇനി അദ്ദേഹത്തെ കുറിച്ച് എന്ത് ചെയ്താം, വോ മെഹനത്ത് അല്ലെ. മെഹനത്ത് മസ്ദൂർ അല്ലെ, അധ്വാനിക്കുന്ന ഒരു തൊഴിലാളിയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. മെഹനത്തിക്ക് ഖൂബ് ഖദർ കർനെ വാലാ ഹേ. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്, പ്രിയപ്പെട്ട കഥാപാത്രം ആരാണ്? ഡ്രാമേക്ക മേരാ പസന്ദീദ കിർദാർ യൂസുഫ്. ഈ ഡ്രാമയിൽ എനിക്ക് പ്രിയപ്പെട്ട കഥാപാത്രം, എൻ്റെ പസന്ദീദ, എൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ്? യൂസുഫ് ആണ്. കാരണം എന്താണ്? കാരണം എന്തെന്നാൽ വോ ഏക് മെഹനത്തി നൗജവാൻ ഹേ, അദ്ദേഹം ഒരു അധ്വാനിയായ ചെറുപ്പക്കാരനാണ്. ഓ ഏക് ലങ്കടാ ഹോത്തേ, എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അവനൊരു അധ്വാനിയായ ആളാണ്. അത് മാത്രമല്ല അദ്ദേഹം എന്താണ്, ഒരു വികലാംഗനാണ് അല്ലെ. ഒരു
വികലാംഗനാണ്. എന്നിട്ടോ അദ്ദേഹം എന്ത് ചെയ്യും? ബാസാർ മേ ഗഡി കി ദുക്കാൻ ചൽത്താ ഹേ. എന്താണ് അദ്ദേഹം എന്ത് ചെയ്യും? വികലാംഗനായിട്ടും അദ്ദേഹം എന്ത് ചെയ്യും? അങ്ങാടിയിലേക്ക് എന്ത് ചെയ്യും? അദ്ദേഹം പോകും. എന്തിനാ പോകുന്നത്? അവിടെ ഒരു വാച്ച് കട അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? നടത്തുന്നുണ്ട് അല്ലെ. ഗഡി കി ദുക്കാൻ ചലാത്താ ഹേ. അദ്ദേഹം ഒരു വാച്ച് കട അവിടെ നടത്തുന്നുണ്ട്. എന്നിട്ട് എന്ത് പറയാം? വോ മെഹനത്ത് മസ്ദൂരി കി ഖൂബ് ഖുദർ കർണേ വാലാ ഹേ. അദ്ദേഹം എന്താണ്? അധ്വാനത്തിന്റെ നല്ല അധ്വാനശേഷിയുള്ള ഒരു യുവാവായിട്ടാണ്. കാരണം എന്താണ്? അദ്ദേഹം ഇതിലെ ഗദ്ദു എന്താണ്? അംഗവൈകല്യം ഒന്നുമില്ലെങ്കിൽ പോലും അദ്ദേഹം എന്താണ്? ഭിക്ഷ യാചിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം അങ്ങനെയാണോ? ഇദ്ദേഹത്തിന്റെ പോരായ്മകൾ ഉൾക്കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? അധ്വാനത്തിലൂടെ ഇദ്ദേഹം എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ ഡ്രാമയിൽ ഏറ്റവും അനുയോജ്യമായ കഥാപാത്രം ആര് തന്നെയാണ്? യൂസഫ് തന്നെയാണ്. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം എഴുതാം. ക്ലിയർ അല്ല മക്കളെ? അപ്പൊ ഇത്തരത്തിൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ മുഴുവൻ മാർക്കും നമുക്ക് ലഭിക്കും. റെഡി അല്ലേ മക്കളെ? അപ്പൊ എല്ലാ മക്കൾക്കും നന്ദി. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.